ഹലോ, വെൽക്കം ടു ഐൻസ് ചാനൽ. ആഹാ, എന്താ മഴ നിലത്ത് പതിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോ വെള്ളിക്കിരീടം ചൂടുന്നത് പോലെയാണ്. വെറുതെ ഇരിക്കുമ്പോൾ മഴ കാണാൻ നല്ല രസമാണ്. പക്ഷേ എവിടേക്കെങ്കിലും പോവാൻ നോക്കുമ്പോഴാണെങ്കിലോ അത്ര രസമല്ല അല്ലേ. അങ്ങനെ ഞങ്ങളും പുറപ്പെട്ടിരിക്കുകയാണ്, ചെറിയൊരു പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ആയിട്ട്. മഴയൊന്ന് തോർന്നപ്പോൾ ഞങ്ങൾ നേരെ പോയത് അയനുവിൻ്റെ സ്കൂളിലേക്കായിരുന്നു. അയനുവിനെ കൂട്ടാൻ നിനിയേട്ടൻ സ്കൂളിലേക്ക് പോയി. ഞാനും ഐഷു ബേബിയും വണ്ടിയിൽ തന്നെ ഇരുന്നു. ഞങ്ങൾ വണ്ടിയിലുള്ളത് അയനു അറിയില്ലായിരുന്നു. അവൾക്കത് ചെറിയൊരു സർപ്രൈസായി. പിന്നീട് ഞങ്ങൾ പോയത് പെട്രാസിലേക്കായിരുന്നു. അവിടുന്ന് മന്തി കഴിച്ചു. അടിപൊളി മന്തിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഹാഫ് മന്തി വാങ്ങിച്ചു, എന്നിട്ട് ഒരു എക്സ്ട്രാ പീസും കൂടെ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ ഫുഡൊക്കെ കഴിച്ചു സെറ്റായി. അവിടെ ഷവർമയുടെ ചിക്കനും പിന്നെ തിരിയുന്ന കോഴിയൊക്കെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മന്തിയെല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ എക്സ്ട്രയിലേക്ക് വിട്ടു. അവിടുന്ന് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ വാങ്ങാൻ വിചാരിച്ചതും വിചാരിക്കാത്തതുമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. ഈ മിഠായി അവിടുന്ന് തന്നെ പൊട്ടിച്ച് കഴിക്കാനായിരുന്നു ഐഷു ബേബിയുടെ പ്ലാൻ. അതൊരു വിധത്തിൽ തിരുത്തിയെടുത്തു. പിന്നെ അയനുവിൻ്റെ വക കുറച്ച് സ്വീറ്റ്സ്. അങ്ങനെ ട്രോളിയും ഉന്തി ഐഷു ബേബിയുടെ മുന്നിൽ പോവാണ്. ഞങ്ങളെ ആരെയും ട്രോളി ഉന്താൻ സമ്മതിച്ചില്ല കേട്ടോ. അതുകൊണ്ടാണ് ഐഷു ബേബി തന്നെ ഉന്തുന്നത്. അങ്ങനെ ഒരുവിധം പർച്ചേസൊക്കെ കഴിഞ്ഞു. പേയ്മെൻറ്റ് നടത്തി പുറത്തിറങ്ങിയതിന് ശേഷം ഞങ്ങൾ വണ്ടിയിലിരുന്ന് ചോക്കോബാർ കഴിച്ചു. മഴക്കാലത്ത് തണുത്തത് കഴിക്കാനും ഒരു രസമാണല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ 2 കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അതിന് മുൻപേ കിട്ടിയിട്ടുള്ള കൊറിയറും ഉണ്ടായിരുന്നു. ഫസ്റ്റ് വൺ ഇതായിരുന്നു കേട്ടോ, ഒരു ആർട്ട് സെറ്റ്. 150 പീസ് വരുന്ന ഒരു ആർട്ട് സെറ്റായിരുന്നു ഇത് അയനുവിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. കുറേ സ്കെച്ച് കളേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു പെൻസിൽ ഉണ്ടായിരുന്നു, കുറച്ച് ക്ലിപ്പുകൾ ഉണ്ടായിരുന്നു, ചെറിയൊരു ഗമ്മ്, ഒരു ഇറേസർ, പിന്നെ ഒരു വാട്ടർ കളർ, പെൻസിൽ കളർ, ക്രയോൺസ്, ഓയിൽ പാസ്റ്റൽസ്, പിന്നെ ഒരു സിസറും ഒരു ഷാർപ്നറും ഒരു സ്റ്റേപ്ലെയറും ഉണ്ടായിരുന്നു. എന്തായാലും അടിപൊളി സെറ്റായിരുന്നു. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സെറ്റായിരുന്നു ഇത്. അയനുവിന് നല്ലോണം ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ ഐഷുവിനും. പിന്നെ അൺബോക്സ് ചെയ്തത് ഒരു ലഞ്ച് ബോക്സ് ആയിരുന്നു കേട്ടോ. ഈ ഒരു ലൈറ്റ് ഗ്രീൻ കളറായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. കിട്ടിയതും അത് തന്നെയായിരുന്നു. ഇതിൻ്റെ കൂടെ 2 ചോപ്സ്റ്റിക്കും ഒരു സ്പൂണും ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. ഇത് എടുത്ത് മാറ്റാൻ കഴിയുന്ന ഒരു മെറ്റീരിയലായിരുന്നു ഇതിനകത്തുള്ള സ്റ്റീൽ ഭാഗം. അതുകൊണ്ട് തന്നെ ഇത് വാഷ് ചെയ്യാനൊക്കെ നല്ലതാണ്. അങ്ങനെ ഈ ഒരു ലഞ്ച് ബോക്സും അയനുവിന് ഇഷ്ടമായിട്ടോ. ഇതും ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ള രീതിയിൽ തന്നെ വാങ്ങിച്ചതായിരുന്നു. എന്തായാലും ഗിഫ്റ്റൊക്കെ ഇപ്പോഴേ പൊട്ടിച്ചു. ഇനിയിപ്പോൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് ഈ ഒരു ഡയപ്പറായിരുന്നു വന്നിട്ടുള്ളത്. ഇതിൽ 2 പാക്കറ്റായിട്ടാണ് ഉള്ളത്. 40 ഡയപ്പേഴ്സ് വീതം 2 പാക്കറ്റായിരുന്നു ഉള്ളത്. അപ്പോൾ 80 ഡയപ്പേഴ്സാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ വില ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. അപ്പോൾ ബൈ, താങ്ക് യു.